കൊമ്പൻ ഫാൻസ് മിസ്റ്റർ റെഡ് കൺ ലവ് യു. വിളിച്ച ഫോൺ എടുക്കാത്ത ചില ശത്രുക്കളൊക്കെ ഉണ്ട്. മീശ പിരിച്ച് വെക്ക് പവർ. മീശ പിരിച്ചാ വെച്ചേന്ന് ഇത്രയും സാധനം വിരിയത്തുള്ളൂ. ഏത് ഇതുപോലെ സന്തോഷമുണ്ട് മക്കളെ. ബുക്കിംഗ് ഓഫീസ് എന്തായിട്ടാ, ബുക്കിംഗ് ഓഫീസൊക്കെ എല്ലാം പക്കയായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. എങ്ങും ഒന്നും പോയിട്ടില്ല. ഇച്ചിരി വൈകി അതിൽ നമ്മൾ വരും. എല്ലാം സെറ്റാവും. സംതിങ് കുക്കിംഗ്, സംതിങ് അല്ല, മനസ്സറിഞ്ഞ് കുക്കിംഗ് നടക്കുന്നുണ്ട്. അണ്ണനെക്കുറിച്ചൊരു സിനിമ വരുന്നുണ്ട്, വായു. ഞാനും കേട്ടത് നൈറ്റ് സർവീസ് അനൗൺസ് ചെയ്തിട്ട് 1 year ആയി. മക്കളെ നൈറ്റ് സർവീസ് തുടങ്ങാൻ വേണ്ട പരിപാടികളൊക്കെ സെറ്റ് ചെയ്താൽ സെറ്റ് ചെയ്ത് വണ്ടിയെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇറങ്ങുപോയി. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ വീണ്ടും വണ്ടിയായിട്ടൊക്കെ വരണ്ടേ. നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്ന നമ്മൾ ചിലതൊന്നും അറിയിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ പ്രശ്നങ്ങളിൽ നമ്മളത് പിന്നല്ലേ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ഇങ്ങനെ അറിയിച്ച് നമ്മൾ ഇത് യൂട്യൂബ് വ്ളോഗർമാരൊക്കെയാണെങ്കിൽ നമുക്കിതൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന പ്രശ്നമുണ്ടായി. നമുക്ക് ചില ആൾക്കാരില്ലേ, നമുക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് സഹതാപം ആ പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ചായിട്ടും പറഞ്ഞില്ല. ചെറിയ കുറച്ച് 1-2 ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വീണ്ടും കയറി വരുന്നു. പണി കിട്ടുന്നു, ഉരിവെക്കുന്നു, വീണ്ടും അമ്പ് കയറുന്നു, ഉരിവെക്കുന്നു, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണല്ലോ ജീവിതം. രാജേഷ് നായക് ഏട്ടാ ലവ്. അയ്യ ലവുണ്ട് 1K ആവാനായി. സാധാരണ നമ്മുടെ പിള്ളേരെല്ലാം 1K ഇവിടെ ഉണ്ടാകണ്ട. പക്ഷെ എന്താ ചെയ്യാൻ, നമ്മുടെ സമയത്തിലായിരിക്കും. കൊമ്പനെ കാണിക്കും. എൻ്റെ പൊന്നു മക്കളെ, കൊമ്പനിവിടെ ഇല്ല, ഓട്ടം പോയി. അവിനാഷ് മനു ബോംബെ ഇവിടെ ഏട്ടാ, ബോംബെ ഓട്ടം പോയി. ഏതോ ഒരു നേഴ്സിംഗ് കോളേജിലെ പിള്ളേരുമായിട്ട് സിംബയും എല്ലാവരും ട്രിപ്പ് പോയിരുന്നു. ഇപ്പോൾ ഗോവയ്ക്ക് ഞാനും പോകേണ്ടതായിരുന്നു. അനുപ്രിയ ആയിട്ടെ എന്തോ അശ്വന്ത് മോഹൻ. ഇനി എന്താണ് അടുത്തുള്ള എല്ലാ പ്ലാനും ഓണാണ്. എങ്ങനെയെങ്കിലും നാട്ടിൽ കളർ കോഡിലല്ല, മറ്റേ സംഭവം ഉണ്ടല്ലോ, ഏത് കളറൊക്കെ അടിച്ചുള്ള വണ്ടി, അങ്ങനെ 2 വണ്ടി എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇവിടെ നൈറ്റ് സർവീസിൻ്റെ വണ്ടികളൊക്കെ വരണം. മാത്രം ചോദിക്കുന്ന ചില മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ചില കൂട്ടുകാരുണ്ട് കേട്ടോ. സന്തോഷമുണ്ടേ. ഫുഡ് കഴിക്കാൻ വരുന്നത് ചോദിച്ചാലും കണ്ണിൽ കൂടെ വെള്ളം പോകുന്ന ഇമോജിയൊക്കെ ഇടും. ഇതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. സിംബ 45 കുട്ടികളുമായിട്ട് ട്രിപ്പ് പോയിക്കുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ റെഡ് ഗൺ ഏട്ടാ ഒരു ഉമ്മാരാണ്. എത്ര ഉമ്മ വേണം? ഇതൊക്കെയാണല്ലോ നമ്മുടെ അതല്ലേ ഉള്ളൂ, തരാം. ബാംഗ്ലൂരിലെ പൊണ്ടാട്ടി ഇക്ബാലേ ഞരമ്പാ ഓടെ. മോട്ടോ ഹെഡ് ഹായ് ചേട്ടാ. സജീഷ് എവിടെയാണ്? ബാംഗ്ലൂരുണ്ട്, വീട്ടിലാണ്. നവനീത് ഹായ്. റിച്ചു കൊമ്പൻ അവിടെ തന്നെ കൂടുവാണ്. നാട്ടിലേക്ക് വരണ്ടേ? ഇവിടെയും കൂടണം, നാട്ടിലും വരണം. ഏട്ടാ നിങ്ങൾ ബസ് കാണാൻ വന്നാൽ ബട്ട് കോർമംഗലം എത്തിയപ്പോൾ നൈറ്റായി. അയ്യോ, അടുത്ത കാണാം. തെങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഏട്ടാ ലുക്കായല്ലോ ബബ്ലേ. അത് ട്യൂബ് ലൈറ്റിൻ്റെയും ഒക്കെ ഒരു ഈ കാണുന്ന സാധനം കണ്ടോ? ആ ട്യൂബ് ലൈറ്റ് കണ്ടോ? അതിൻ്റെ വെട്ടം ചേട്ടൻ്റെ മുഖത്തടിക്കുന്നതിൻ്റെ ഒരു ചെറിയ പ്രതീക്ഷയായി കാണുന്നത്, അല്ലാതൊന്നുമല്ല. അറിയാമല്ലോ. ഞാൻ നാളെ അങ്ങോട്ട് വരണം. ചായ കുടിക്കാൻ പോകണം. നീ ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി കേട്ടോ. വരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് വരണേ. വിപിൻ ചേട്ടാ, ലക്ഷ്യ, നിങ്ങൾക്കുള്ള ഒരു വലിയ പണി നിങ്ങളെയും കാത്തിരിപ്പുണ്ട്. ഓക്കെ, സൗണ്ടിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വേണം വയ്ക്കാൻ. ചേട്ടാ ധാരാവിയിൽ ഒരു ചെക്കനെ കൊണ്ടുവന്നിരിക്കും, ഉറപ്പ്. നോക്കട്ടെ, എല്ലാം റെഡിയാവും. അതല്ല, സത്യമായിട്ട് വരും. അനുഗ്രഹ ഹായ്. വണ്ടിയില്ല. വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു, പോയോ? എടാ കുട്ടൻ മോനെ, അവിടെയും പൊണ്ടാട്ടിയുണ്ട്.
ചുമ്മാ പറയുന്നില്ലേ, നമ്മളെ കൊണ്ടൊക്കെ നമുക്കൊക്കെ അതറിയൂ. അയ്യോ ലൈറ്റൊന്നും അല്ല, നിങ്ങൾ ലുക്കല്ലേ മനുഷ്യ. സന്തോഷം. അതുലേ മോനെ ഹൈഡ 6 വീൽ അഡിക്റ്റർ സ്കെയിൽ. അപ്പോൾ എന്തോ ഒപ്പിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടെന്നേ, ആത്മാർത്ഥമായിട്ട് അതിൽ പറയുന്നത്. കാര്യങ്ങളെല്ലാം സെറ്റാണ്. സന്തോഷമായിട്ട് ഇരിക്കാൻ നമുക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള, നമ്മുടെ പിള്ളേർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഒപ്പിക്കുമല്ലോ. കൊമ്പൻ അഡിക്റ്റേഴ്സ് ഹായ്. ഡോക്ടർ അതുലെ, കൂട്ടുകാരോ സുഖമാണോ? ബ്ലാക്ക് സ്ക്വയർ. ആരെയെങ്കിലും കറക്റ്റ് ചെയ്യണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ എൻ്റെ ലൈവിൽ വന്നിരുന്നിട്ട് അനാവശ്യമായിട്ട് അപരിചിതനെ പോലെ മെസ്സേജ് അയക്കുന്ന ഈ തെണ്ടിയെ കണ്ടോ? അവന് റിപ്ലൈ കൊടുക്കരുതാരും. ഓക്കെ, അവൻ വിഷയമാണ്. പിന്നെ അൽത്താഫെ കിംബോയെ കണ്ടു കേട്ടോ. ഞാൻ ഹ്യൂജ് ഫാനാണ്. സനോജ് ബ്രോ കണ്ട് സന്തോഷം. ഏട്ടാ സുഖമാണ്. സുഖം എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. കന്നഡ കുത്തും, പക്ഷേ കന്നഡ അറിയാവുന്നവരുള്ളതുകൊണ്ട് അടി കിട്ടാൻ സാധ്യതയുണ്ട്. പാരൻസ് വീഡിയോ പൊളിയാണ്. ബ്ലാക്ക് ഡെവിൾ ഹായ്. അർഷാദ് ബിൻ ഖാലിദ് ഹായ്. ഹായ് ബ്രോ. പ്രീതി ചേട്ടോ എന്തോ മോനിഷ് ശ്രീകൃഷ്ണ സ്കൂൾ 100% അങ്ങനെ വേണമല്ലോ. അതിന് പിള്ളേർ പഠിക്കാനല്ലേ പോകുന്നത്. അത്തിക്കണ്ണ സോറി ആൾ മാറിപ്പോയി. എന്നോട് സ്നേഹമുള്ളവർ ആരുമില്ലേ ഇവിടെ? പത്രോസെ അച്ഛനും അമ്മയ്ക്കും ഇൻസ്റ്റാഗ്രാം എടുത്തു കൊടുക്കുക. എന്നിട്ട് അവരോട് പറ നിന്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് ലവ് ഇടാൻ. നിന്നോട് യഥാർത്ഥ സ്നേഹം അവർക്കില്ലയോ? ഞങ്ങൾക്ക് നിന്നെ കണ്ണു ദൃഷ്ടിക്കാണല്ലേ. ഡ്രീം ഫോട്ടോഗ്രാഫർ ആയി ടീച്ചറെ എന്തൊക്കെയുണ്ട് വിഷയം? സുഖം. ഗോപകുമാർ ഹായ്. എന്താ സത്യമായിട്ടും അതിൻ്റെ ഒരു സന്തോഷത്തിൽ വന്നിരിക്കുന്നത്. എപ്പോഴെത്തി? ഇപ്പം എത്തിയതുള്ളൂ ബ്രോ. അങ്ങനൊരു പുതിയ ബസ് എപ്പോഴാട്ടോ വരും? ഏട്ടോ എന്തോ പ്ലാൻ ഉണ്ട്. കുറച്ച് സുന്ദരനായിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്, പറയത്തില്ല. ദീപിച്ചേട്ടൻ ഫോർ ലൈഫ്. കണ്ണൊക്കെ നിറയുന്നു കേട്ടോ. വേറെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഇത് ലഡുവിനകത്ത് വെള്ളമോ? കണ്ണ് നിറഞ്ഞ ഇമോജിയാണ്. ഓക്കെ, തഗ് മോഡ് ഓൺ. കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. ഇല്ല സത്യം. ആദിത്യൻ ഹായ്. നേരത്തെ പോയ ട്രിപ്പ് എടുത്ത പോസ്റ്റൊന്നും വന്നില്ല. മക്കളെ വീണ്ടും അതിടുന്നത് ഉഴപ്പാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? അവൻ്റെ കുഴപ്പമല്ല. ട്രിപ്പ് വണ്ടി കൊണ്ട് പോകുന്നവരെ അവൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ സെറ്റായി. വിഷമിക്കല്ലേ കൂട്ടുകാരാ, നിനക്കറിയാമല്ലോ സത്യമാണെന്നുള്ള കാര്യം. മറക്കല്ലേ, കമ്പനിക്കുള്ളതുണ്ട്. ഓക്കെ അഞ്ചപ്പ കണ്ടു. ഡ്രീം ഫോട്ടോഗ്രാഫർ ദീപിച്ചേട്ടാ ഫോട്ടോഷൂട്ട് വേണമെന്ന് നമുക്ക് സെറ്റാക്കി. ഫോട്ടോഷൂട്ട് ഇവിടെ മൊത്തം ഫോട്ടോഗ്രാഫർമാരല്ലേ, നമ്മുടെ പിള്ളേരെല്ലാം പൊളിയല്ലേ. പിന്നെ ഞാൻ തന്നെ ഇതാകുമ്പോൾ ഏതെടുത്താലും നമുക്കാകെ 2-3 സാധനമല്ലേ അറിയത്തുള്ളൂ. ഒന്ന് ഇങ്ങനെ നിൽക്കുക, അല്ല ഇങ്ങനെ നിൽക്കുക, അല്ല ഇങ്ങനെ നിൽക്കുക. ഇത് 3 അറിയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പരിപാടിക്ക് പോകാത്തത്. സുധി ഹായ്. കണ്ടു കേട്ടോ, വീഡിയോ കണ്ട് ഞാൻ ഹാപ്പിയാണ്. അത്താണ് അപ്പടി ഇരിക്കണം, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം പറയും. പിന്നെ രാജുലാശാനെ അവിടെ അടവ് മാറ്റി പിടിക്കുക. അടവ് അതിലൊക്കെ ശത്രുവായി മാറുന്നുണ്ട് കേട്ടോ. കുമ്പാരി ഹായ് മോനെ. കണ്ടു കേട്ടോ. ബുക്കിംഗ് ഓഫീസ് വർക്കൽ ഓഹോ ചത്ത് കിടക്കുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിതിൻ ഞാൻ റൂമിനകത്തോട്ട് വരണോ? കാണിച്ചു കൊടുക്കണോ നാട്ടുകാരെ? ദീപിംബ്രോ ഉഴപ്പാണോ എന്ന് ചോദിച്ചാൽ അവനെല്ലാം ഉഴപ്പ്. ഞാൻ പറഞ്ഞില്ലേ, സിംബയൊന്നും ഡീറ്റെയിൽസ് കൊടുക്കണം, അതാണ്. നിതിൻ വൈ ആർ യു ഹിയർ എന്ന് വെച്ചാൽ ഡ്യൂട്ടി. എടാ പത്രോസിൻ്റെ പെണ്ണ് വന്നിട്ടുണ്ട്. നന്ദന സന്തോഷമോ? സോറി കേട്ടോ, ഇത് വേറെ ഒഫീഷ്യൽ ലൈവാണ്. അത് കഴിഞ്ഞിട്ട് പത്രോസെ നിന്റെ കൂട്ടുകാരി വിളിച്ചിട്ട് പോകും.
ഇനി ഉല്ലാസ ഹായ് മതി ടീച്ചർ പുതിയ എന്താണ് നമ്മളെ പുതിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നാട്ടിൽ 2 വണ്ടി ഇറക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതിനുള്ള ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നു. കൂട്ടത്തിൽ ഇവിടുത്തെ നൈറ്റ് സർവീസ് ഇറക്കാനുള്ള വണ്ടിയുണ്ടല്ലോ, അത് ഇറക്കണം. ഒരു ഡിസാസ്റ്റർ കൂടെ സംഭവിച്ചായിരുന്നു ഒരു 6-7 മാസം മുമ്പ്. അത് കാരണമാണ് ഈ ഡിലേസ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറായി വരണം. അതിപ്പോൾ വെരി സൂൺ എല്ലാം ഫിക്സ് ആകും. അതിൻ്റെ ഒരു സന്തോഷം. പിന്നെ എന്തായിട്ടാ ലൈവ് വരാത്തതെന്ന് ചോദിച്ചില്ലേ, ഇതുകൊണ്ടൊക്കെയാ എന്തോ പറയും. അതെല്ലാം കാസർഗോഡ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് കാണാനാണ്. കൊണ്ടുവരല്ലോ പോകുക ചേട്ടാ. ടേക്ക് കെയർ ബൈ. താങ്ക്സ് പത്രോസ് ബൈ. അലീനകളെ ഹായ്. ഡ്രീം ഫോട്ടോഗ്രാഫർ ടീച്ചേട്ടാ. അങ്ങനെ നിന്നാലും പുളിയല്ലേ. സന്തോഷമായി. വിസ്കിൻ ജിംബ്രോ സുഖമാണ്. വിഷ്ണു ചേട്ടാ ഞാൻ വരട്ടെ. എവിടെ വായോ. എന്നെയും മേലെ വിളി അവിടെ വന്നു. അയ്യോ ജിംബ്രോ പ്ലീസ്, ഇത് നമ്മുടെ ലൈവാണ്. പ്ലീസ് ബ്രോയ്ക്ക് എന്ത് ചാറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾ പരസ്പരം സംസാരിക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വാട്സപ്പിൽ ചാറ്റ് ചെയ്യണേ പ്ലീസ്. ഇതിപ്പോൾ പരിപാടി ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാറ്റാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ ലൈവ് വിട്ടുവിട്ടിരിക്കുക. ചേട്ടോ ഊക്കാതെ എന്നെപ്പറ്റി 2 വാക്ക് പറയോ. സുധിക്കാൻ നിന്നെപ്പറ്റി എന്തോ പറയുന്നത്. പ്രീമിയം ഞരമ്പൻ അല്ല, ഞാൻ എന്തിനെ പറ്റി പറയുന്നു. രൂപ കഷ്ടപ്പെട്ട് സ്വപ്നങ്ങളൊക്കെ കണ്ട് പോയി രക്ഷപ്പെട്ട് നമുക്ക് എന്നോട് കാണുമ്പോൾ സന്തോഷവും ബഹുമാനവും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഭയങ്കര സന്തോഷമുണ്ട് കൂട്ടുകാരാ, ഭയങ്കര സന്തോഷമുണ്ട് സത്യമായിട്ടും. എൻ്റെ മക്കൾ നീ രക്ഷപ്പെട്ടതെന്നല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടത് ഭയങ്കര സന്തോഷം. ഞാനും കൂട്ടത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. എന്നാലും നീ ഹാപ്പിയായിട്ട് പോകാം, മനസ്സിലായോ. നമ്മൾ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഊണുറക്കവും ഇല്ലാതെ പുകയടിച്ച് വഴി കിടന്ന് ടയറും മാറി അങ്ങനെയൊക്കെ ജീവിക്കുന്നതിനെ അപേക്ഷിച്ച് നീ നമ്മൾ സ്വപ്നം കണ്ടൊരു ജീവിതമല്ലേ ഇപ്പം നിൻ്റെ വീഡിയോയിലൂടെ നീ ഇങ്ങനെ പകർത്തി പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഹാപ്പിനെസ് അല്ലേ. ഇതിക്കുള്ള എന്താ പറയാനാ, വേറൊന്നുമില്ല. വണ്ടിയുടെ വണ്ടി എല്ലാം സെറ്റാവും. ഇവിടെ എല്ലാം സെറ്റാണ്. സെറ്റായതുകൊണ്ടാണ് ഫൈനലി നമ്മൾ ലൈവ് വന്നത് തന്നെ. പിന്നെ സാന്ദ്ര ഹായ്. സ്ട്രേഞ്ചർ ചേട്ടോ ഹായ്. ഏട്ടാ ന്യൂ പോയി വരുമ്പോൾ ഫുള്ള് ലൈറ്റ് വർക്കായി. സംശയം എന്താ, ഈ ലൈറ്റിൻ്റെ സൗണ്ടിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുക്കിനെ ഇറക്കാൻ തന്നെ എവിടെയൊക്കെ വെക്കാവോ അവിടെ ഒക്കെ വെച്ചിരിക്കും. പറ്റുവാണെങ്കിൽ അടുത്ത വണ്ടി ടയറിൽ നോക്കും. അല്ലേ ബുക്കിംഗ് ഓഫീസ് എന്തായി കൂട്ടുകാരാ. വിനു ചാക്കോ ചേട്ടാ ബുക്കിംഗ് ഓഫീസ് സെറ്റാണ്. കരവള്ളി ബ്രോ ഞാനൊരു 50 പേർക്ക് സാധനം അയച്ചിട്ടുണ്ട്. വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും കേട്ടോ. അജിത്ത് ഹായ്. ബീച്ചേട്ടോ എന്തോ ബീച്ചേട്ടന് വീരാണ്. ലവ് യു ബൈ. എനിക്ക് ഫീവർ. നിതിനാട്ടോ സ്ട്രൈക്കർ കിട്ടി. ഞാൻ പോകുന്നു, എനിക്ക് മാത്രം റിപ്ലൈ ഇല്ല. അയ്യോ അങ്ങനെ പറയല്ലേ. എന്നെപ്പറ്റി ഒരു 4 വാക്ക് പറയും. നമ്മുടെ ജീവൻ്റെ ജീവനാണ്, നമ്മുടെ എല്ലാമാണ്. ജീവൻ്റെ ജീവൻ 2 വാക്കായി, എല്ലാം 2 എന്തായാലും ബാക്കിയൊക്കെ ഉണ്ടല്ലോ. നൈറ്റ് സർവീസ് എന്ന് തുടങ്ങും. എല്ലാം സെറ്റായി. ജീവിച്ചിട്ട 100% പുതിയ വണ്ടിക്ക് കളർക്ക് ഓടിക്കല്ലേ, നാട്ടിൽ ഓടിക്കണ്ടേ. എന്ത് ആര്യ ചെയ്യുന്ന പേരുള്ളത് വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് വായിക്കാൻ വിട്ടുപോകുന്നത്. ഭയങ്കര പാടാണ്. പേരിടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് വായിക്കാൻ പറ്റുന്നതെന്നുള്ളത് നോക്കണേ. ചിലതൊക്കെ ആദ്യം മാരകം കേട്ടോ. സുഖമാണ്. വിനീഷ്ടിക്ക് ഹായ്. ചേട്ടാ ജിം സാർ കാണുന്നു. ക്ലാസിക് കഴിച്ചു ചേട്ടാ, കഴിച്ചു. പവറാവട്ടെ, പഴയ പോലെ പവറായിരിക്കും ഉറപ്പ്. വിനുച്ചേട്ടാ പക്കയായിട്ട് തിരിച്ചു വരത്തുള്ളൂ. വണ്ടി സംഭവം തിരിച്ചു വരാനൊന്നുമില്ല. നമ്മുടെ പിള്ളേരെല്ലാം റോഡിലുണ്ടല്ലോ. പിന്നെ
എവിടൊക്കെ ആരൊക്കെ മിസ്സായോ അതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ATP ടീച്ചർ എൻ്റെ പേര് കൂടി ഒന്ന് പറയാം. ധനേഷ്വനെ ഹായ്. ഹരി ആനേടി കളർ കോഡിൽ കൊമ്പനെ കാണാൻ വയ്യ. കാണണ്ട, നമ്മൾ കളർ കോഡിൽ എല്ലാം ഇറക്കണം. നോക്കട്ടെ. അപ്പാനി ഗൂഗിൾ ഏയ് അറിയാവോ കൂട്ടുകാരാ. ഹിസ്റ്ററി ഓഫ് ഡാർക്ക്നെസ് ഹായ്. റാഷിദ് ബ്രോ ഹലോ. റൂമിൽ നെറ്റിപ്പട്ടം കാണിച്ചു. നെറ്റിപ്പട്ടം ഉണ്ട്. ബ്രോ അപ്പോൾ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടാ ചെക്കന്മാരുടെ റിവ്യൂ വേണം. ചെക്കന്മാർ സത്യം പറയാമല്ലോ, ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടേ. ഫോട്ടോ ഉണ്ട്, അതുകൊണ്ടാണ് റിവ്യൂ എടുക്കാറുള്ളത്. കാര്യങ്ങൾ വെരി സൂൺ. ഈ മാസം ഇനിയിപ്പോൾ ഒന്ന് തണുക്കും, വണ്ടിയൊക്കെ ഇങ്ങനെ ഇന്ന് കിടക്കും. ആ സമയത്ത് നമുക്ക് റിവ്യൂ ഒക്കെ എടുത്ത് അടിപൊളിയാക്കാം. യെസ് റെഡി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോലും ലൈക്ക് ഇല്ലല്ലോ. ഇവിടെ ശത്രുക്കളാണ്. ഷീബ്രോ ഹലോ. ആൾക്ക് വീച്ചേട്ടാ എന്തോ വണ്ടി കാണിച്ചു തരാമോ? റൂമില വണ്ടി ഇവിടെ ഇല്ല പറഞ്ഞു. ഷക്കീൽ 2255 ഹായ്. ബ്ലാക്ക് ലിസ്റ്റിൽ പോയി ചേട്ടാ ഹായ്. ലോറി കാണിച്ചില്ല, നാളെ. ഓക്കെ. അയ്യോ നാളെ ഇല്ല, നമ്മുടെ വണ്ടിയെല്ലാം പണിയില്ല. അപ്പോൾ അത് വരട്ടെ. ഇത് നമ്മുടെ താറും എക്സ് എല്ലാം വർക്ക്ഷോപ്പിലാണ്. കഴിഞ്ഞ് തരട്ടെ. ലോറിക്ക് വേണ്ടി പേജ് തുടങ്ങുന്നുണ്ടോ? ഇല്ല. അത് ഇച്ചിരി പാടുള്ള പരിപാടി കേട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ അത് നടക്കത്തില്ല. ഈ ചേട്ടാ യോദ്ധാവ് കാളിയൻ കംബാക്ക്. ചേട്ടാ ഒരു ഫാസ്റ്റ് പ്ലാൻ അത് നമ്മൾ ചെയ്തിരിക്കും, ഉറപ്പാണേ. പക്ഷേ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വരുന്ന കാര്യം നിങ്ങൾ നോക്കിക്കോണം. ഇവിടെ വന്നാൽ നമ്മൾ സെറ്റാക്കിയിരിക്കും, ഉറപ്പായിട്ട് ചെയ്യാം. ഈ മാസം തന്നെ, ഈ മാസമല്ലേ, ഈ മാസം ഒന്ന് കഴിഞ്ഞോട്ട് സെറ്റ് ചെയ്തിരിക്കും. സോജാപ്പി വിളിച്ചിട്ട് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും പെട്ടെന്ന് റെഡിയാകും. ഒരു ഫാസ്റ്റ് ഫോം ചെയ്യണ്ടേ, കുറേ കാലമായി. ദീപിച്ചേട്ടാ സുഖമാണ്. നിതിൻ നാരായണൻ സുഖം. ഡാർക്ക് ടേബിൾ ഹായ്. പ്രഭു കൃഷ്ണ അധോലോകം വർക്ക് കഴിഞ്ഞു. എൻ്റെ പൊന്നു കൂട്ടുകാരാ, അതൊക്കെ എപ്പോഴേ കഴിഞ്ഞില്ലേ, അതൊക്കെ എന്നെ തീർന്നു. കൊമ്പൻ അഡിക്റ്റ് അതൊക്കെ അത്ര ഹാപ്പി ടു സീ യു ബ്രോ. അതെ ശരിയായ സന്തോഷം. പേര് പറഞ്ഞൊരു ഹായ് തരാവോ? അഭിനവനെ ഹായ്ഡാ. ചേട്ടാ ഫാസ്റ്റ് ട്രിപ്പ് ഡിസംബറിൽ ചെയ്യൂ, ഞാൻ വരുന്നുണ്ട്. നീ വേണണ്ട കേട്ടോ, എന്നെ കൊണ്ടുവന്നില്ല. നീ ബബ്ബിലിയുടെ ഒക്കെ ട്രിപ്പ് പോയാൽ മതി. ഇത് പറഞ്ഞത് ശ്രുതിയോടാ കേട്ടോ. ഹായ് ദേവി ചേട്ടാ. ജെയ്സൺ ബ്രോ ഹായ്. നമ്മുടെ കൊച്ചി മെട്രോയിലെ എല്ലാവരോടും തിരക്കി നടന്നു കേട്ടോ, നമ്മുടെ ടീംസിനോട് എല്ലാവരോടും. ഓക്കെ, നാട്ടിലെത്തിയിട്ട് വേണം അവിടുന്ന് നമുക്കൊരു ട്രിപ്പ് സെറ്റ് ചെയ്യാൻ. കൊച്ചി മെട്രോയുടെ എല്ലാ പ്രാവശ്യത്തെയും പതിവ് പോലെ ചേട്ടാ ഞാനും ഉണ്ട് കേട്ടോ. കൊണ്ടുപോകത്തില്ല. ആരോടാ മനസ്സിലായില്ലല്ലോ. എന്നാൽ യോദ്ധാവ് തിരിച്ചെടുക്കുമോ? നമ്മളൊരു സാധനം കൊടുത്തത് നമ്മൾ മനസ്സറിഞ്ഞല്ലേ കൊടുത്ത്, അവരതുകൊണ്ട് കാര്യങ്ങൾ നീക്കട്ടെ. നമ്മളാണല്ലോ, ഈ സമയമുണ്ടല്ലോ. ഫാസ്റ്റപ്പിൻ്റെ കാര്യം പറയാൻ പറഞ്ഞിട്ട് അത് എൻ്റെ കുഴപ്പമാകുന്നു. നമ്മളിങ്ങനെ ഓരോ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ ഞാനായിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കും, പിന്നെ ഇത് കയറി കിടക്കും. ഇങ്ങനെ കലാപരിപാടികളാണല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ ഉത്തരവാദിത്തോടുകൂടി ജീവിച്ചു തുടങ്ങിയില്ലേ, പുതിയ മനുഷ്യനായല്ലോ, അതുകൊണ്ടല്ലേ. വണ്ടർലോ ഡെറ്റ് ജീവിച്ചേട്ടെ എന്തോ. അല്ല സത്യമായിട്ടും കൂട്ടുകാരെ ചില പേരൊന്നും വായിക്കണമെന്ന് ആഗ്രഹമില്ലാണ്ടല്ലോ കേട്ടോ. ഞാൻ കാണുന്നുണ്ടേ, ഇത് ആരുടെയെങ്കിലും മെസ്സേജ് വായിക്കാൻ വിട്ടുപോയിട്ടുള്ളവരുടെ ബാക്ക് ചാനൽ വന്നാൽ മതി, ഇതിനകത്ത് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ പറയാം. സത്യമായിട്ട് നാട്ടിലാണോ? അല്ലല്ലോ, നമ്മൾ പുതിയ യോദ്ധാവിനെ ഇറക്കും. അല്ല പിന്നെ ജീവിച്ചേട്ടാ വണ്ടി
ഇറക്കും, സിംഗം പോലീസ് സ്റ്റേഷനിൽ കയറ്റുക. അതിനെന്താ, അവൻ എൻ്റെ അനിയല്ലേ, നമ്മുടെ പിള്ളേരല്ലടാ. അവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലൊക്കെ വരുന്നോണ്ടാണല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിലും ടി വിയിലൊക്കെ വരുന്നത്. ഇരട്ടെ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. രാവിലെ എണ്ണീച്ചിട്ട് നമുക്ക് പണി തരണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ലല്ലോ, പറ്റിപ്പോകുന്നതല്ലേ. വല്ലപ്പോഴും എല്ലാ പോലീസ് സ്റ്റേഷൻ്റെയോ എല്ലാ സ്കൂളിൻ്റെയോ ഒക്കെ മുന്നിൽ പോയി ചെറുതായിട്ടൊരു ലൈവ് DJ നടത്തി കഴിയുമ്പോൾ ചെറിയൊരു പണി കിട്ടും, അത്രേ ഉള്ളൂ. ആ ജോജി തമ്പി ബ്രോ, ഞാൻ നിങ്ങളുടെ ബിഗ് ഫാനാണേ, ഫാൻ ബോയ് ആണ്. നമുക്കൊരു വണ്ടി സെറ്റാക്കി തരണേ. കുറേ ആളുകൊണ്ട് പറയുക, LOB തിരിച്ചെത്തി എന്ന് അറിഞ്ഞ് കണ്ടില്ല. ഓട്ടെ, അച്ഛേ ഏട്ടോ എന്തോ. നിഷാൻ ബ്രോ ഹായ്. സൗരവ് കൃഷ്ണ, വണ്ടികൾക്ക് എഡിഷനെയും മാറ്റിയതെന്താ? മാറ്റിയതല്ലേ ബ്രോ, നമ്മളെ വെൽക്കം ചെയ്തില്ലേ. നമ്മളിങ്ങോട്ട് വന്നിറങ്ങിയ സമയത്ത് കുഞ്ഞു കുറച്ച് ഇഷ്യൂസൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാറ്റിയല്ല. ഒരു തവണ നമ്മൾ കൂളിംഗ് ഫിലിം ഇളക്കിയപ്പോൾ അതുങ്ങളായിപ്പോയി. അങ്ങനെ 1-2 തവണ അത്രേ ഉള്ളൂ. പിന്നെ അത് ഒട്ടിക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ചെക്കനുണ്ട്, അവൻ വന്ന് ഒട്ടിച്ചാലേ ശരിയാകത്തുള്ളൂ. അവൻ പിന്നെ നാട്ടിലാണ്. സിംഗത്തിൻ്റെ ന്യൂ ഐഫോൺ എവിടെ? പറയണ്ട ബ്രോ, നമുക്ക് സെറ്റാക്കാം. ജിജോ സെറ്റാക്കണം, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വേണം. ജാട ലൈവിൽ തിക്കടവ് ശിവനെ കാണണമെന്ന്, ഈജനെ കാണണമെന്ന്. അയ്യോ, അവരുടെ കണ്ടു കേട്ട മെസ്സേജ്, സന്തോഷം. ഡാർക്ക് ചേട്ടൻ ഹായ് തരാം. ഡാക്ടർ ഹായ് വരെ ഹായ്. സംഗീത ഹായ്. കേട്ടൻ്റെ കള്ളച്ചിരി എന്നല്ല, സന്തോഷം കൊണ്ടങ്ങ് ചിരിച്ചു പോയാൽ. കുറച്ച് ദിവസം കൂടെ ഒരു സന്തോഷം സമാധാനമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ചിരിച്ചെന്നേ ഉള്ളൂ. ആദിത്യൻ ഹായ്. പോയി ഏട്ടാ, നൈറ്റ് സർവീസ് എന്തായി? നൈറ്റ് സർവീസിൻ്റെ കാര്യമില്ല. എൻ്റെ പൊന്നെ കൊമ്പൻ ഫാൻസ് കാരക്കാടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഷിനാഷ് സംസദ് എപ്പോൾ ഫുള്ള് നാട്ടിലാണ്. നാട്ടിലുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകും. ഐ ആം ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഹലോ, അപ്പം എന്നോട് പറ തിരിച്ചു തരാം. എൻ്റെ പൊന്നെ ആദിത്യം ജീവിക്കാൻ വേണ്ടി പോയില്ലേ, പോയി ജീവിക്കട്ടെ. രക്ഷപ്പെടണ്ടേ? നാട്ടിൽ അറിയാലോ കാര്യം. ഇവിടെ ഓളവും കാര്യങ്ങളൊക്കെയാണ്, പാട്ടായി ലൈറ്റായി, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ഡേ പൂർണ്ണമായിട്ടും വീട്ടിലെ പ്രശ്നങ്ങൾ പലരുടെയും മാറുന്നില്ല. ഈ വണ്ടിയൊക്കെ ഓടിക്കാൻ നടക്കുന്നവരിൽ പലരും കാര്യങ്ങൾ നടന്നു പോകുന്നേ ഉള്ളൂ. അവർ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെയും അവർ ഓടിപ്പോയി ഏതെങ്കിലും രീതി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി ഹാപ്പി ആയിട്ട് വന്നിട്ട് അവരൊരു വണ്ടിയൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് സെറ്റാവേണ്ടത്. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ്. കളി ഓ ജോസൂട്ടി ഞരമ്പൻ മറ്റെടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റൂമിൽ കിടന്ന ചേട്ടോ എന്ന് വിളിക്കാത്തവൻ ലൈവ് വന്നിട്ട് 50 പ്രാവശ്യം ചേട്ടോ പോയി. സന്തോഷമുണ്ട് കേട്ടോ. സ്നേഹങ്ങളെ ഹായ്. ഞങ്ങളുടെ കഴിഞ്ഞ ട്രിപ്പിലെ ഞങ്ങളുടെ സംഘ അലീന ജീവിച്ചിട്ട് എന്തോ കൊമ്പൻ അഡിക്റ്റേഴ്സ് ഹായ് ബ്രോ ഹായ്. സ്റ്റൈലിഷ് ബോയ് വാക്ട ഹായ്. സിംഗയുടെ പിന്നെ ഇന്നലെ ലൈവ് വന്ന് കിടന്നുറങ്ങുമായിരുന്നു. അവിടെ നിന്ന് എണീച്ച് വന്നിട്ട് അബദ്ധത്തിൽ വന്ന് കയറിപ്പോയി, പണിപാളി. മഞ്ജുനാഥ് ബ്രോ ഒരു ഹായ് എങ്കിൽ സുഖമാണോ? അള്ള കുതിര ഇവിടെ. രഞ്ജിത സുരേഷ് സുരേഷ് മനേഹാടാ ചേട്ടാ വണ്ടി ഉടനെ വരുമോ? എങ്ങനെയെങ്കിലും ഉടനെ ഇതൊക്കെ ഇറക്കണമെന്ന് ആഗ്രഹം. പക്ഷെ വരും ഏട്ടാ. ലുക്കാണല്ലോ എല്ലാവരും. പിന്നെ പിടിച്ചു നിൽക്കണ്ടേ? സീരിയസ്ലി നമസ്കാരം. വീവ് ചേട്ടാ ഇൻഡസ്ട്രേറ്റിൽ യുവേഴ്സ് ട്രൂലി ജിതി ബ്രോ ഹായ്. വേറെന്താ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ചോദിച്ചില്ല എന്താ ലൈവ് വരാത്ത, എന്തൊക്കെയാണ് കാര്യങ്ങൾ. P4 Tech നമ്മളെ ഒന്നും മൈൻഡില്ല. ഒറ്റ മെസ്സേജ് അയച്ചത് ഞാൻ കണ്ടു. അർജുൻ ബ്രോ ഹായ്. സെഡ് ഗോഡ് ഫുഡ് കഴിച്ചു. അലീന അയ്യോ പനിയാന്നു, മൂക്കൊക്കെ ഇതൊന്നും സംഭവം. ആദിത്യൻ ഹായ്.
ഷാർക്കോ പുതിയ വണ്ടി വരുന്നുണ്ട്. അതാ ഞാൻ പറയാൻ വന്ന സംഭവം. നമ്മൾ കുറേ ആയല്ലോ ലൈവ് വന്നിട്ട്. ചേട്ടായി എന്താ ലൈവ് വരാത്തെന്ന് ചോദിക്കും. ലൈവ് വന്നിട്ട് എന്തോ പറയാൻ എന്തെങ്കിലും വേണ്ടേ, എന്തെങ്കിലും ഒരു സന്തോഷത്തോടെ പറയണ്ടേ. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഓക്കെ ആയി വരുന്നു എന്ന് കാണുമ്പോഴാണ് നമുക്ക് നമ്മളേറ്റവും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ നമ്മുടെ കൂടെ ലൈവിൽ വന്ന് ഈ 1 മണിക്കൂർ അല്ല അരമണിക്കൂർ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് മൊത്തം കേട്ട് സന്തോഷമായിട്ട് പോകുന്നവരുണ്ട്, തിരിച്ച് മറുപടി തരുന്നവരുണ്ട്. എല്ലാം ഞാൻ ചോദിച്ച കേസ് നോക്കണേ, ലാഗോ മാൻഡ്രിഡ് ഓക്കെ നോക്കാം. അപ്പം പറഞ്ഞു വന്ന് അപ്പോൾ എല്ലാ കാര്യങ്ങളും കുറേശ്ശെ ഒന്ന് ഓക്കെ ആയി വന്നു, ക്ലിയറായി വരുന്നുണ്ട്. അപ്പോൾ വണ്ടികളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ റോഡിലേക്ക് ഇനി വന്നു തുടങ്ങും. അതിനുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ആയി. പിന്നെ എന്തെങ്കിലും ഭംഗിയുള്ള കണ്ട സന്തോഷം തോന്നുന്ന എന്തെങ്കിലും ഒരു അപ്ഡേറ്റുമായിട്ട് അടുത്ത ദിവസം വീണ്ടും ലൈവ് വരും. അത് വന്നിരിക്കും. ഇനിയുള്ള ലൈവിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കേട്ടു. ചേട്ടാ തലയിൽ ഞങ്ങൾ ന്യൂ ക്ലിനിക്കിൻ്റെ P40 ഓക്കെ ബ്രോ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ക്ലിനിക്കിൽ തന്നെ ക്ലാസ് ആയതുകൊണ്ട് പേടിക്കണ്ടല്ലോ, അപ്പോൾ അടുത്ത എല്ലാവരും ഉണ്ടല്ലോ. ബോംബെ ദാവൂദ് പോയ ശബരിമല ട്രിപ്പിൻ്റെ പോസ്റ്റ് വന്നില്ല. വരും. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളാം മക്കളെ. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ സാധനങ്ങളൊന്നും ഇടാത്തവന്മാരെ നമുക്ക് പറപ്പിക്കണം ഒരുമിച്ച്. പ്രശാന്ത് റെഡ്ഡി ഹായ് ബ്രോ, ലവ് യു, ലൈൻ വർക്കിംഗ് ഫൈൻ, ലവ് യു ബ്രോ. എന്ത് നമ്മുടെ ചേട്ടായി പോയോ ജോജി ബ്രോ? അപ്പം സന്തോഷം വന്നത്. കാളിയൻ വണ്ടി എവിടെ? നമ്മൾ സെയിലാക്കിയായിരുന്നല്ലോ. ഇനി ലൈവ് വരുമ്പോൾ പറഞ്ഞിട്ട് പോയോ? ഇനി ലൈവ് വരുന്നതിന് മുമ്പ് പിന്നെ ജീവിതത്തിന് ഭയങ്കര അച്ചടക്കമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ട് ചെയ്യും, പറഞ്ഞ പോലെ. ചേട്ടാ മെസ്സേജ് നോക്കാവോ ലൈവ് കഴിഞ്ഞിട്ട്? നോക്കാം. പ്രശാന്ത് ബ്രോ, അയ്യോ കൂട്ടുകാരെ സോറി കേട്ടോ, എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു നിങ്ങളെ. ഹായ് ബ്രോ, ഹായ്. പ്രശാന്ത് റെഡ്ഡി, രാകേഷ് ബ്രോ ഹായ്. കാളിയൻ റീ എൻട്രി ചെയ്യുമോ? കേരളത്തിൽ വണ്ടി വരുവാണെങ്കിൽ ഉറപ്പാണ്. ഒരു ദിവസം ഞാൻ സ്വപ്നം ബസ്സുമായി നിങ്ങളെ കാണാൻ വരുമ്പോൾ സ്വന്തം ബസ്സുമായിട്ട് എൻ്റെ ബ്രോ പ്ലീസ്, എപ്പോഴും ഏത് സമയവും ഞങ്ങളുടെ വെങ്കണ്ണൻ ടീച്ചറുടെ സുഖമാണ്. ചില പേരൊക്കെ എങ്ങനെ വായിക്കും എൻ്റെ പോ. ഹായ് സച്ചു, ഒരു ഹായ് തരാമല്ലോ. വല്ല പണിയുണ്ടോ അവിടെ? സച്ചിൻ ബ്രോ എന്ത് പണി, നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങനെ വരുന്നല്ലോ. യു ആർ സോ ഹാൻസം. ഇങ്ങനൊക്കെ പറഞ്ഞാൽ ചുമ്മാ സന്തോഷം വരും, എന്നാലും കൊള്ളാം. ഒന്നുകൂടെ പറയാമോ? യു ആർ സോ ഹാൻസം, കണ്ണൊക്കെ നിറയുന്നു കേട്ടോ. മോൻസി അലക്സ് ഹായ് ബ്രോ ഹായ്. മെറീല ആരും ഒരു പ്രത്യേകതരം മനസ്സാണ് ചേച്ചിയുടെ. അതെ, വളരെ പ്രത്യേക മനസ്സാണ് ചേട്ടാ. പാലക്കാട് അതോലവും കൊണ്ടുവരും. ഓട്ടം ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ വരും. അല്ലാതെ ഞാനിങ്ങനെ പണ്ടായിരുന്നു ഇതൊക്കെ ഒരു അഹങ്കാരമായിരുന്നല്ലോ, ഇഷ്ടമുള്ളടത്തോടൊക്കെ പോവുക, പല പരിപാടികളും കാണിക്കല്ലേ. ഇപ്പോൾ ഇച്ചിരി നല്ല കുട്ടിയാവാൻ ശ്രമിക്കണം, നല്ലതായിട്ട് ജീവിക്കണ്ടേ. അതാ ചേട്ടാ. ഇനി ഞാൻ ആനയെടുക്കൂ, ഭയങ്കര ആഗ്രഹമാകുള്ളൂ. പക്ഷേ ഇനി എപ്പോഴും അതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടുകയെന്ന് അറിയത്തില്ല. ലൈഫിൽ വളരെ അപൂർവമായിട്ട് വന്ന് കയറുന്ന സംഭവം, മനസ്സിലായോ? ബസ്സാണെങ്കിൽ നമുക്ക് സീറ്റ് എടുക്കാം, ബൈക്കോ കാറോ ഒക്കെയാണ്. ആനയ്ക്ക് ആ പരിപാടി നടക്കത്തില്ലല്ലോ. കറക്റ്റ് കാര്യങ്ങളെല്ലാം കൈ റെഡിയായിട്ടുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ പണ്ട് ആനയെ കൊണ്ടുവന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട്, ആനയും വിട്ടു എന്നെയും വിട്ടു, ഒന്നും മറന്നിട്ടില്ല അച്ഛാ അമ്മേ. എന്നാലും ഞാൻ കൊണ്ടുവരും. ജിസ്ന ഹായ് തരാം, ഹായ്. അജയ് കുമാർ ഹായ് ബ്രോ. ഇപ്പോൾ യു ആർ സോ ഹാൻസം എന്നുള്ള മെസ്സേജ് 5-6 പ്രാവശ്യം വന്നു. വീണ്ടും സന്തോഷമുണ്ട് കണ്ടപ്പോൾ. ചേട്ടാ അതുപോലെ വേണ്ടി ഓട്ടം പോയി. മെറീന കേട്ടോ, എന്തോ
ശ്രീലക്ഷ്മി കണ്ണൂർ വരും അഭിനവ് വേണുഗോപാൽ ഇൻട്രസ്റ്റേറ്റ് വണ്ടി എപ്പോഴും എൻ്റെ പൊന്നു മക്കളെ സത്യമായിട്ടും എല്ലാം സെറ്റായതായിരുന്നു. ചില സാങ്കേതിക തടസ്സങ്ങൾ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് വന്നപ്പോൾ നമുക്കൊരു അന്യായ പണി വീണ്ടും കിട്ടി. അങ്ങനെ ആ പണി ഒരു വമ്പൻ പണിയായിട്ട് വന്നപ്പോൾ ഞാൻ അത് ആരോടും പറഞ്ഞില്ല. നമ്മൾ ലൈവ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇത് കാണിച്ചിട്ടോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. കാര്യങ്ങളൊക്കെ ശരിയാകുമ്പോൾ ശരിയായിട്ടെ എന്ന് വെച്ചു. അങ്ങനൊരു പണി കിട്ടിയത് കൊണ്ടാണ് ഈ ഡിലേ ഒക്കെ ഉണ്ടായത്. ചെറിയ പണിയല്ല, ഒരു വമ്പൻ പരിപാടി. അപ്പോൾ ഇനി പുതിയ വണ്ടിയൊക്കെ ആയിട്ട് വരണം. അതിനുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കും. നമുക്കൊരു ഹായ് ഒരു വിലയില്ല. ആശാസിരിയ ഏതേണ്ട ഹായ് 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 3 ഹായ് കൊണ്ടിട്ടുണ്ട്. ചേട്ടാ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, റിപ്ലൈ ഒന്നുമില്ല. അതിലുമനെ സോറി പണ്ടേ ചേട്ടൻ സുന്ദരനല്ലേ. അയ്യോ ഇങ്ങനൊന്നും പറയല്ലേ. അരുൺ ഷാജി ഒരുപാട് കാലമായി കൂട്ടുകാരെ കണ്ടിട്ട്, സുഖമാണോ? അനീഷ് എൻ കെ സാർ ദാവൂദ് വണ്ടി ഡ്യൂട്ടിയിലുണ്ടോ? ആണ് ഡ്യൂട്ടിയാണ്. സാറോ എന്നെയോ എന്തുവാ ബ്രോ, ആള് മാറിയതാണോ? നമ്മളെ പിണങ്ങി കേട്ടോ ഇങ്ങനെയൊക്കെ വിളിച്ച തീർന്ന്. എന്തുവാ ഇത്? പോട്ടെ, സന്തോഷം. ജയിച്ചിട്ട് RX-ന് ഓക്കെ അല്ല ശരി. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ പൊരി വെയിലത്ത് ജോലി ചെയ്യുന്ന ഇങ്ങേരെങ്ങനെ ഗ്ലാമറാണ്. അതൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വെയിലത്ത് വട്ടിയെ പോലെ കഷ്ടപ്പെടുകയും ചില പ്രത്യേക പരിപാടികളൊക്കെ നടത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്നും പറയത്തില്ല, രഹസ്യമാണ്. എനിക്ക് ഭയങ്കര ജാടയാണെന്ന് കേട്ടു. ആഷിം MP ബ്രോ, അത് സ്ഥലം മാറിയതായിരിക്കും കേട്ടോ. കറക്റ്റായിട്ട് എൻ്റെ കാര്യമായിരിക്കത്തില്ല തിരക്കി അറിഞ്ഞത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ല സാധനം. പിന്നെ ഞാനെന്ത് കൊടുക്കാനാ ബ്രോ? നമ്മൾ മാക്സിമം സ്നേഹത്തോടെ ഇടപെടുന്നത്. ചേട്ടോന്ന് വിളിക്കുന്നവരോട് എന്തോന്ന് വിളിച്ച് തിരിച്ച് ചേട്ടോന്ന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. മനസ്സറിഞ്ഞിരിക്കുന്നുണ്ട്. കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. കഴിക്കാൻ വായോ എന്ന് പറയുന്നുണ്ട്. വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതെന്താ ചേട്ടാ സത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ജാടയാന്ന് പറയില്ല കേട്ടോ, ദോഷമാണ്. പോട്ടെ. രാവിലെ എല്ലാവരും നിതിനെ ശ്രദ്ധിക്കേട്ടോ. പ്രശാന്ത് റെഡ്ഡി ചേട്ടാ നൈറ്റ് സർവീസ് റെഡിയാക്കാം. കണക്കൊക്കെ പാവത്തിനെ പൊക്കി പറഞ്ഞ് പറ്റിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കില്ല. ഉണ്ണി, ഓ ദൈവമേ ഇതാരാ ഇത്? ഓ മൈ ഗോഡ്, ഉണ്ണി ഇതാ. നിന്റെ വൈഫ് അറിഞ്ഞാൽ പ്രശ്നമാകും കേട്ടോ. നീ ലൈവിലൊന്നും വരല്ലേ കേട്ടോ. ഉണ്ണിയുടെ അച്ഛൻ ഗോവയിലായിരുന്നു. വെയിൻ സുധാകരൻ എന്നാ പേര്. വെയിൻ സുധാകരൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലോട്ട് മാറ്റിയപ്പം ഞാരമ്പ സുധാകരനായി. പക്ഷെ ഇവരറിയപ്പെടുന്ന വെയിൻ സുധാകരനാണ്. പക്ഷെ കക്ഷി റിച്ചിൻ്റെ ഭാഗമായിട്ടാണ് ആ പേരിട്ടെന്ന് അറിയുന്നത്. പോട്ടെ, ഉണ്ണിക്ക് ഞാൻ പിന്നെ തരാം കേട്ടോ. ബാംഗ്ലൂര് സൂര്യാമ്പ്രോ ഒന്ന് ശ്രദ്ധിക്ക് ചേട്ടോ. എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പോട്ടെ. ദീപ് കേട്ടാ കുപ്പി ആരെ ബ്ലാക്ക് ഷാഡോ. ഹലോ ഗൗരി ഹായ്. ഷാഹിനെ ഒരു പരിധിക്കപ്പുറത്ത് ചിരിക്കുന്നുണ്ട് കേട്ടോ. നീ എനിക്കൊരു വലിയ പണി തന്നേനും ഷാഹിനെ, സത്യമായിട്ട്. എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു അത് ചെയ്യില്ലേ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് കാര്യം പിടിച്ച് പറയുമ്പോൾ അങ്ങനെ ഉണ്ട് ചെയ്യാൻ. ചേട്ടാ കൊമ്പിന് മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിലേപോലെ ഓൾവേസ് വെൽക്കം. ഹലോ മൂന്നാർക്ക് ഹായ്, സുഖമാണോ? അതാണ് ജോസൂട്ടി. പക്ഷെ അവനോട് ഇത് പറയില്ല കേട്ടോ, അവൻ വിഷയമാക്കും. ഏട്ടാ നാട്ടിൽ വരുന്നില്ല, ഞാൻ ഈ പരിപാടി നിർത്തി. ബസ് ചേട്ടാ ചെറിയൻകീഴ് വെച്ച് ബസ് പിടിക്കാറ്. അതിന് നമ്മൾ സ്ഥലവും കണ്ട് നോക്കുന്നുണ്ടോ? പിടിക്കാത്തതും ഏത് സ്ഥലത്ത് വെച്ചാൽ പിടിച്ച്, അല്ല ഇന്നിടത്ത് വെച്ച് പിടിച്ചോ, ഇത് നമ്മൾ ശ്രദ്ധിക്കാറുമില്ല.
പിടിക്കുന്നു, കൊടുക്കുന്നു, പോകുന്നു. അവരവരുടെ ജോലി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നു. രണ്ടു കൂട്ടർക്കും ജീവിക്കണ്ടേ? അതല്ലേ കളി, അങ്ങനല്ലേ കളി. പിടിക്കപ്പെടുന്നു, ഊരിയെടുക്കുന്നു, വീണ്ടും മുന്നോട്ട് പോവാം. ചേട്ടാ നാളെ അങ്ങോട്ട് വന്നാൽ പിള്ളേരെ കാണാൻ പറ്റും. എൻ്റെ പൊന്നു മക്കളെ, എല്ലാ വണ്ടിയും ഓട്ടത്തിലാണ്. ഉണ്ണിരാ, അതായത് പല്ല് തേക്കുന്ന ബ്രഷ് പോലെ മുഖത്തെ 4 ഭാഗത്തായിട്ട് 5 രോമം വീതം എണ്ണിയുള്ള നീയാണോ എൻ്റെ മുഖത്ത് ഈ സാധനത്തെ കളിയാക്കി? ഉണ്ണി എനിക്ക് കാണണം കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചെന്ന് അറിയോ, ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോയി ഇറങ്ങിയാന്ന് വിചാരിച്ചു. ചെറിയ ബ്രഷ് എഡി കൂപ്പർ. ഡിന്നർ, അയ്യോ ഒന്നും ആയില്ല. ഡിന്നറൊന്നും ഇല്ല, പട്ടിണിയാ ഇവിടെ. ടോപ്പറോ ഇല്ല, ആര് തരാനാ? ബാക്കിയുള്ളൊരു മൊത്തം ഉടായിപ്പാ. അതുകൊണ്ട് ടോപ്രോ എന്ന് പറയുന്നത് എൻ്റെ നേരിലായിട്ടോ. ആ മനുഷ്യൻ എന്ന് പറയുന്നത് എൻ്റെ നേരിലായിട്ടോ. ആ മനുഷ്യനില്ല. അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ ഫുഡില്ല. പിന്നുള്ളത് ജന്മനാ കള്ളനായ ഈ ഇരിക്കുന്ന വസ്തുവാണ്. കണ്ടോ? അതതിൽ നിന്ന് എണ്ണിച്ചാൽ തന്നെ ഭാഗ്യം. കണ്ടോ? ഒരു ഉപകാരവുമില്ല, യാതൊരു ഉപയോഗവുമില്ല. അത്യാവശ്യത്തിന് ഞാൻ അവനെ ഉണർത്തുന്നത് തന്നെ ഇവിടെ ചാർജറുണ്ട്, അത് ഓണാക്കിയിട്ട് ഇവൻ്റെ വായിലിടും. എന്നിട്ട് സ്വിച്ച് ഇടുമ്പോഴേ ഉണർന്നാലായി. അങ്ങനെ ഇതാര ഹൗസ്, ഇത് നമ്മുടെ മടിവാളിലെ വീട് കേട്ടാ. എൻ്റെ കുക്കിംഗ് ഉണ്ട്, നല്ലതായിരുന്നു. സുധിയുടെ കുക്കിംഗ് അടിപൊളിയായിരുന്നു. കുക്കിംഗ് കഴിഞ്ഞ് സുധി നേരെ ഫ്ലൈറ്റ് കയറി ജർമ്മനിയിലെത്തി. ഒരു പോസ്റ്റം കിട്ടും, കൊമ്പൻ പാവലിയുമായി എനിക്കിനി ഒരു ബന്ധവുമില്ല. ഹലോ ചേട്ടാ, മെസ്സേജ് അയച്ചാൽ നോക്കാവൂ, അർജൻറ്റ് കാര്യമുണ്ടായിരുന്നു. അശ്വിൻ ബ്രോ നോക്കാമല്ലോ. സംഗീത്, ഓ ഭാഗ്യം, ജീവനുണ്ട്. അതെ, ഭാഗ്യം, ജീവനുണ്ട്. ഇത് ദീപ് ചേട്ടാ, എന്നാ ഒന്ന് നേരിട്ട് കാണാമല്ലോ. സൺ ഓഫ് ശിവ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങളോട് ഞാനൊരു സാധനം വാങ്ങിച്ചിടണമെന്ന് പറയാനിരിക്കുമായിരുന്നു കേട്ടോ. ഇത് നോർമലായിട്ട് ഉടുപ്പിട്ട് നടന്നാൽ പോരാ, അങ്ങനെ നടക്കേണ്ടവനേ അല്ല. ഒരുപാട് സാധനങ്ങൾ ഇടാറുണ്ട്. വേറെ എന്താ? അതെന്താ ചേട്ടാ അങ്ങനെ ടോക്ക്? ബ്ലാക്ക് സ്ക്വയർ അല്ലല്ല, ഇത് പിന്നെ നമ്മളെ ഇദ്ദേഹം ഇത് കൂട്ടുകാരനെ കാണാൻ പോകണ കയറിയത്. നാളെ രാവിലെ അങ്ങ് പോവും കേട്ടോ. ഞങ്ങളുടെ എല്ലാ അഡ്വഞ്ചി നാളെ പോവും. താങ്ക്സ്, എനിക്ക് മനസ്സിലായി. അതാ ശിവ, ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ വേറെന്താ? വേറെ വിശേഷമൊന്നുമില്ല. സന്തോഷം, ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കും. അല്ലല്ല, നിതിന് കരിക്കൊക്കെ ഉണ്ട് ബ്രോ, കാണിക്കണോ? നിതിൻ്റെ റൂമിലെ ലൈറ്റ് ഒന്നിടാവോ? ഹലോ സാറേ, അയ്യോ ഞരമ്പനങ്ങ് ലൈവിനകത്തങ്ങ് ജീവിക്കുവാണ്. ലൈവ് എടാ, ലൈറ്റ് ഒന്നിടാവോ? കൊമ്പൻ ഒഫീഷ്യൽ ഹായ്. നമ്മുടെ കാരക്കാട് ധാരാവി ആരും ഇല്ലിപ്പോൾ. അതെ, ആരും ഇല്ല ബ്രോ, എല്ലാം സെറ്റാക്കണം. അതങ്ങനെ കാര്യമായിട്ട് കിടക്കത്തില്ല, ഉറപ്പാണ്. അതിനുള്ള ഒന്നുകിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മൾ മര്യാദയ്ക്ക് ഇരിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഇഷ്ടത്തിനെ ജീവിക്കുമെന്ന് വാശി പിടിക്കുമ്പോൾ ഡോക്ടർ അത്യാവശ്യ കാര്യത്തിൽ നാട്ടിൽ പോയിരുന്നു. ആദിത്യൻ സിംഗം ലൈവ്, ആരെങ്കിലും ലൈവ് വന്നാൽ മതി, ഉറപ്പായിട്ടും അടിയും. വണ്ടിയിൽ നിന്ന് ആര് വന്നാലും നമ്മൾ കയറ്റുമല്ലോ, നമ്മുടെ പിള്ളേരാണല്ലോ. വരണ്ടേ, കാണണ്ടേ? വെച്ച് സൗണ്ട് പറഞ്ഞാ അവിടുന്ന് എക്കോ അടിക്കും. ഇൻസ്റ്റാ അപ്ഡേറ്റ് ചെയ്യണം. അയ്യോ, എന്നാ പറ്റത്തില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അക്ഷയ് ചേട്ടാ ഹായ്. ഓനടാ, ഇതിനകത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വണ്ടിക്കകത്തുനിന്ന് ഇതിനായിപ്പം
ലൈവിൽ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചത്. ഞാൻ അല്ലേ പിന്നെ ഈ ലൈവ് കട്ട് ചെയ്തിട്ട് ഒരു ലൈവ് ഇടണം, എന്നിട്ട് അവരെ ആഡ് ചെയ്തിട്ട് സെറ്റ് ആയിട്ട് വരാം. പോട്ട് വരട്ടെ. ചോദിച്ചിട്ട് സ്കൈ ഇഷ്ടം. സ്കൈ അതെന്ത് മത്തി സൗണ്ട് കുറയ്ക്കട.